ഹലോ ഗൈസ്, ഇന്ന് റിലീസായി നമ്മുടെ റോഷന്റെ ഒക്കെ ഉയർന്നുള്ള സിനിമ ഇട്ടിട്ടുണ്ടായിരുന്നു. റോഷൻ, വൈ ചേട്ടൻ, അതേപോലെ തന്നെ വിനോദ് കാർത്തിക് തുടങ്ങിയ നല്ലൊരു കാസ്റ്റുള്ള സിനിമയാണ്. അതേപോലെ നമ്മുടെ ജോസഫിന്റെ ഒക്കെ ഡയറക്ടർ എം പത്മകുമാറാണ് ഇതിന്റെ ഡയറക്ടർ. പിന്നെ ഇതൊരു ട്രൂ സ്റ്റോറിയാണ്, യഥാർത്ഥ കഥയെ ആസ്പദമാക്കി എടുത്തേക്കുന്ന സിനിമയാണ്. ആൻഡ് ഓൾസോ നമ്മൾ ട്രെയിലർ കണ്ടാൽ മനസ്സിലാവുന്ന പോലെ തന്നെ ഒരു അൺഐഡന്റിഫൈഡ് ബോഡി, അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ, അങ്ങനെ കഥ പാസ് ചെയ്ത് പോകുന്നതാണ്. ഇതൊരു യഥാർത്ഥ സ്റ്റോറിയാണെന്നൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഒരു ജസ്റ്റ് ഒരു ഷോക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് സിനിമ വർക്ക് ആയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെ എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഇത് നല്ല സ്ലോ പേസ് ആണ്. അത് നല്ല സ്ലോ പേസ് എന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫിലൊക്കെ പല പോർഷനിലും നല്ല സ്ലോ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ പെർഫോമൻസ് കൊണ്ട് നമുക്ക് ഇങ്ങനെ കണ്ടിരിക്കാം. പ്രത്യേകിച്ച് റോഷന്റെ ആയാലും ബൈച്ചറിന്റെ ആയാലും ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റും. പിന്നെ അതുപോലെ വിനോദ് കാരാത്ത് ആയാലും ടോട്ടലി ഇതിൽ പെർഫോമൻസ് ഒക്കെ നല്ല രസമാണ്. എന്നാലും ഞാൻ പറഞ്ഞത് സിനിമ നല്ല സ്ലോ പേസ് ആണ്. അതേപോലെ എനിക്ക് തോന്നിയ ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ആവശ്യത്തിലധികം പാട്ടുകൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു സിനിമയിൽ ഇത്രയും പാട്ടുകൾ ആവശ്യമുണ്ടോ, അതല്ലെങ്കിൽ അത് ഒരു കറക്റ്റ് സ്പേസിൽ അല്ലാണ്ട് കൊണ്ട് പ്ലേസ് ചെയ്തേക്കുന്ന ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മാറ്റി ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്താണെങ്കിൽ സിനിമ ഒരു 2 മണിക്കൂർ ആ ഒരു ലെങ്തിൽ എത്തിയാണ്. അങ്ങനെ നമുക്ക് കുറച്ചും കൂടെ എൻഗേജിങ് ആയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഒരു അഭിപ്രായം ഒന്നുകൂടെ പറയാം, എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ലൊരു സ്ലോ പേസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ ട്രൂ സ്റ്റോറി സിനിമയാക്കുമ്പോൾ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തു. ഇതിനകത്ത് ആവശ്യത്തിന് അധികം മറ്റേ എരിവും മുളകും എല്ലാം ചേർത്ത് ഇങ്ങനെ ത്രില്ലർ അങ്ങനെയുള്ള സാധനം ഒന്നും കുത്തി കയറ്റിയിട്ടില്ല. ജെനുവിൻ ആയിട്ടാണ് കഥ പറഞ്ഞു വന്നത്. പിന്നെ സോങ്സിന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എനിക്കൊരു തൃപ്തി തോന്നാൻ. സോ നിങ്ങൾ ആരെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കുക. ഓക്കെ, ബൈ.